വന്നിരിക്കുന്നത്. 2 മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ വെക്കേഷനൊക്കെ ആയിക്കൊണ്ട് വീഡിയോ ഇടാൻ മടിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, പിന്നെ ഒളിമ്പ്യാഡ് അങ്ങനത്തെ എക്സാം ഒക്കെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് മാത്സ് ഒളിമ്പ്യാഡിലെയും നമുക്ക് മാത്സ് സ്കൂളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള NCERT ബുക്കിലൊക്കെയുള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ്. ഞാൻ ഇതിൽ മാത്സ് ഒന്നും എഴുതിയിട്ടുള്ളൂ, മാത്തമാറ്റിക്സ് ഒന്നും എഴുതാൻ വയ്യ. അപ്പോൾ പാറ്റേൺ ഇൻ മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. വാട്ട് ആർ പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്? എന്താണ് പാറ്റേൺസ്? നമ്പറുകളിലുള്ള പാറ്റേൺസ് എന്തൊക്കെയാണ്? Number patterns is a set of numbers arranged in a specific order. അതായത് ഈ നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും, അറേഞ്ച്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. എക്സാമ്പിൾ കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ എക്സെട്ര കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പം 1 തൊട്ട് ഇൻഫിനിറ്റി ആണ് കൗണ്ടിങ് നമ്പേഴ്സ്. പിന്നെ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ 0 കൂടെ വരും, അപ്പം ഹോൾ നമ്പേഴ്സ് ആവും. അപ്പം ഇവിടെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ ഹോൾ നമ്പേഴ്സ് ആവും. അപ്പം അടുത്തതിലോട്ട് പോവാം. എക്സാമ്പിൾ ഓഫ് പാറ്റേൺസ്. എന്താണ് എക്സാമ്പിൾ ഓഫ് പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ആദ്യം കൊടുത്തേക്കുന്നത് നമുക്ക് അറിയുന്ന സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് പാറ്റേൺസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ സ്ക്വയർ നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, അങ്ങനത്തെ കുറച്ച് ടഫായിട്ടുള്ള പാറ്റേൺസ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് നോക്കാം. ഫസ്റ്റ് കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ അങ്ങ് പോകുന്നതാണ് കൗണ്ടിങ് നമ്പേഴ്സ്. 1 to ഇൻഫിനിറ്റി ഞാൻ ആദ്യം പറഞ്ഞ പോലെ. പിന്നെ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ കൂടെ ഒരു 0 കൂടെ ഇട്ടാൽ അത് ഹോൾ നമ്പേഴ്സ് ആവും. പിന്നെ അടുത്തത് രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് 1 3 5 7 9 11 13 15 17 19 21 23 25 27 29 എക്സെട്ര. അങ്ങനെ 1 to ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും പിന്നെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ അടുത്ത ഓൾ വൺസ്. ഓൾ വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം 1 1 1 1 1 1 1 1 1 അതങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ അടുത്തത് ഈവൻ നമ്പേഴ്സ്. ഈ ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും നമ്മൾ LKG തൊട്ട് പഠിക്കണ, LKG അല്ല, ഒരു 1ാം ക്ലാസ് തൊട്ടെങ്കിലും പഠിക്കണമായിരിക്കും അറ്റ്ലീസ്റ്റ്. പിന്നെ ഈ കൗണ്ടിങ് നമ്പേഴ്സ് നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഓൾ വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ളൊരു ടേം ആണ്, പക്ഷെ നമുക്കതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ നെയിം വെച്ച് തന്നെ. ഓൾ വൺസ് എല്ലാം ഒന്ന്, അപ്പം അതാണ് ഓൾ വൺസ്. അപ്പം ഇത്രയാണ് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള പാറ്റേൺസ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് പഠിക്കാനുള്ളത് കുറച്ചും കൂടെ ടഫായിട്ടുള്ള പാറ്റേൺസ് ആണ്. ലൈക്ക് സ്ക്വയർ നമ്പേഴ്സ്, അങ്ങനത്തെ പാറ്റേൺസ് ആണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പം നമുക്കിനി കുറച്ചും കൂടെ ടഫായിട്ടുള്ള പാറ്റേൺസിലോട്ട് പോവാം. ടഫായിട്ടുള്ള പാറ്റേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ഇന്ന് ടഫായിട്ടുള്ള 2 പാറ്റേൺസേ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ ഈ 2 പാറ്റേൺസിൽ നിന്ന് ഒരു ചോദ്യവും ചോദിക്കും, ഒളിമ്പ്യാഡിനും സ്കൂളിലൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ സെഷൻ നമ്മൾ എൻഡ് ചെയ്യാൻ പോവുക. ഫസ്റ്റ് നമുക്ക് ഈ 2 പാറ്റേൺസ് എങ്ങനെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് ട്രയാങ്കുലർ നമ്പേഴ്സ് 1 3 6 10 15 അങ്ങനെയാണ് ട്രയാങ്കുലർ നമ്പർ വരുന്നത്. നമുക്ക് ട്രയാങ്കുലർ നമ്പർ എന്തുകൊണ്ടാണ് ട്രയാങ്കുലർ നമ്പർ എന്ന് പറയണതെന്ന് കേൾക്കണം. 1 1 തന്നെയാണ്, അത് വേറെ കാര്യം. പിന്നെ 3 എന്ന് പറയുമ്പോൾ എല്ലാ പാറ്റേൺസിൻ്റെയും മുന്നിൽ 1 ഉണ്ടാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എപ്പോഴും എല്ലാ പാറ്റേൺസും കൗണ്ടിങ് നമ്പേഴ്സ് ആണ്, ഏത് പാറ്റേൺ ആണെങ്കിൽ പോലും നമുക്ക് ആദ്യം 1 കാണും. എല്ലാത്തിലും ആദ്യം 1 ആണ്. അത് എന്തായാലും കാരണം 1 = 1. അത് എല്ലാ പാറ്റേണിൻ്റെയും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഡോട്ട് ഇട്ടു.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഡോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ നമ്പർ ആവാൻ കാരണം നമ്മൾ 3 കുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ താഴെ ഒരു 3 കുത്തും കൂടി ഇട്ടാലോ, അപ്പോൾ നമുക്ക് 6 ഒരു ട്രയാങ്കുലർ നമ്പർ കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 കുത്തും കൂടി ഇട്ടാലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ 10 ഒരു ട്രയാങ്കുലർ നമ്പർ കിട്ടി. പിന്നെ ഒരു 5 കുത്തും കൂടി ഇട്ടാലോ നമുക്ക് 15 ഒരു ട്രയാങ്കുലർ നമ്പർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സിനെ കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്ക് എങ്ങനെയാണ് ഈ ട്രയാങ്കുലർ നമ്പേഴ്സിനെ ഇങ്ങനെ ചെയ്യാതെ നമുക്ക് വെറും നമ്പേഴ്സ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന്. ആദ്യം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ 1 = 1. നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് കിട്ടുമ്പോൾ ചെയ്യേണ്ടത്, എനിക്ക് കാണാനായിട്ട് ചെയ്യേണ്ടത്, കൗണ്ടിങ് നമ്പേഴ്സിനെ ആഡ് അപ്പ് ചെയ്യണം. ആഡ് അപ്പ് കൗണ്ടിങ് നമ്പേഴ്സ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇപ്പൊ നോക്ക് 1 = 1. 1 + 2 = 3. 1 + 2 + 3 = 6. 1 + 2 + 3 + 4 = 10. അങ്ങനെ നമുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി അടുത്തത് അങ്ങനെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഫോർമുല എങ്ങനെയാണ്? ആഡ് അപ്പ് കൗണ്ടിങ് നമ്പേഴ്സ്, അതായത് 1 + 2 3, 1 + 2 + 3 6, 1 + 2 + 3 + 4 10. ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കുലർ നമ്പേഴ്സ് കിട്ടുന്നത്. അടുത്തത് സ്ക്വയർ നമ്പേഴ്സിന്റെ സീക്വൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ ട്രയാങ്കുലർ നമ്പറിനെ പറഞ്ഞ പോലെ തന്നെ 1 ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4 കുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ, കണ്ടോ, ഒരു സ്ക്വയർ കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 3 കുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ കിട്ടണ പോലെ 4 കുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ കിട്ടും. അപ്പൊ 4 ഒരു സ്ക്വയർ നമ്പറാണ്, മനസ്സിലായി. പക്ഷെ നമുക്ക് എങ്ങനെ, നേരത്തെ ഞാൻ പറഞ്ഞു തന്ന പോലെ ആഡിങ് അപ്പ്, എന്താണ്, കൗണ്ടിങ് നമ്പേഴ്സിന് ആഡിങ് അപ്പ് അല്ല നമ്മൾ സ്ക്വയർ നമ്പേഴ്സിന് ചെയ്യേണ്ടത്. നമ്മൾ സ്ക്വയർ നമ്പേഴ്സിന് ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1 കാണും, അത് അതുപോലെ തന്നെ ഉണ്ട്. 8. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് 2 എന്താണ് 2 × 2 ചെയ്യണം. 2 × 2 are 4. 3 × 3 = 9. 4 × 4 = 16. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സിനെ ഇൻറ്റു അതേ നമ്പർ തന്നെ ചെയ്യും. അങ്ങനെ 3 3 എന്ന് പറയുമ്പോൾ 9, 4 4 എന്ന് പറയുമ്പോൾ 16, പിന്നെ 5 5 എന്ന് പറയുമ്പോൾ 25. ഇങ്ങനെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സിന് ഒരേ കൗണ്ടിങ് നമ്പേഴ്സിനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ തരാം. പാറ്റേൺസിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറച്ച് ടഫാണ്. ഇത് എൻ്റെ എൻ്റെ മാത്സ് മിസ് ഒരു എക്സാമിന് ഇട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, കാണിച്ചു തരാം. എന്താണ്, നമ്മുടെ ഒരു സ്ക്വയർ നമ്പർ പ്ലസ് എ ട്രയാങ്കുലർ നമ്പർ ആയിട്ടുള്ള ഒരു നമ്പറിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ചെയ്യേണ്ടത് സ്ക്വയർ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതിയെടുക്കുക. അപ്പോൾ 1 × 1 1, 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36. അപ്പോൾ ഇത്രയും നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എഴുതി. ഇനി അടുത്ത ട്രയാങ്കുലർ നമ്പേഴ്സ്. 1 + 1 = 1. അല്ല, 1 + 1 അല്ല, സോറി, 1 = 1. അതായിരുന്നു, തെറ്റിപ്പോയതാ. 1 = 1 എപ്പോഴും 1 ആയിരിക്കും. ഫസ്റ്റ് 1 + 2 3. 1 + 2 + 3 = 6.
1 plus 2 is equal to 3. 1 plus 2 plus 3 is equal to 6. 1 plus 2 plus 3 plus 4 is equal to 10. 1 plus 2 plus 3 plus 4 plus 5 is equal to 15. അപ്പോൾ അടുത്തത് 1 plus 2 plus 3 plus 4 plus 5 plus 6 is equal to 21. ഇങ്ങനെ എഴുതി 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 is equal to 28. ഇനി 1 plus 2 plus 3 plus 4 plus 5 plus 6 plus 7 plus 8. അപ്പോൾ 28 plus 8 is equal to 8 8s are 16. 16 ഇവിടെ എഴുതും. അപ്പോൾ നമ്മൾ 8 എന്താണ് 36. അപ്പോൾ ഇത് 36 ആണ്. അങ്ങനെ 36 നമുക്ക് കിട്ടിയിരിക്കണം. അപ്പം ഇതില് ഒരു നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ നമ്പർ പ്ലസ് എ ട്രയാങ്കുലർ നമ്പർ ആയിട്ടുള്ള ഒരു നമ്പർ. അങ്ങനെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണ്. 36 ആണ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ 36 ഒരു ട്രയാങ്കുലർ നമ്പറുമാണ്, 36 ഒരു സ്ക്വയർ നമ്പറുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.